ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, പലതവണ പീഡനം എന്നുണ്ടോ എന്നാണ് ബഷീർ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട ബഷീർക്ക, നമുക്ക് നമ്മളുടെ ഒരു ആണിൻ്റെ കുപ്പായത്തിൽ കയറിയിരുന്നിട്ട് പെൺകുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബഷീർക്ക് ഞാൻ കുറ്റം പറയുന്നില്ല, ഇത് കേരളത്തിലുള്ള പൊതുവായിട്ടുള്ള ഒരു പുരുഷ ബോധമാണ്. പലതവണ പീഡിപ്പിക്കേണ്ടത്. സൂര്യനെല്ലി കേസിലെ ഏറ്റവും ഇൻസെൻസിറ്റീവായ വിധിയാണ് ഞാൻ കേട്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഗുരുതരമായ വിധി എന്ന് പറയുന്നത്. അതിലടക്കം വരുന്ന ഒരു പുരുഷ ബോധം എന്ന് പറയുന്നത് അത്രമാത്രം അപകടകരമാണ്. ഒരു പെൺകുട്ടിയുടെ നഗ്നദൃശ്യം പകർത്തി ആ കുട്ടിയെ തുടർച്ചയായിട്ട് പീഡിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ പലതരത്തിൽ ഫിയറിലോ മിസ്കൺസംഷനിലോ തെറ്റിദ്ധരിപ്പിച്ചോ പലതവണ പലകുറി പീഡനത്തിന് ഇരയാക്കുന്നതും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പീഡനം ഒരിക്കൽ മാത്രം നടന്ന് പിന്നീട് അവൾക്ക് പറഞ്ഞുകൂടായിരുന്നോ, നിലവിളിച്ചുകൂടായിരുന്നോ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരാണിൻ്റെ കുപ്പായത്തിൽ കയറിയിരുന്നാണ്. ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയോടുള്ള ഒരു കരുണയും അനുതാപവും നമുക്ക് ആവശ്യമാണ്. അത് DYSP പീഡിപ്പിച്ച പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, സൂര്യനെല്ലിയിലെയോ വിതുരയുടെയോ പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, അതങ്ങനെ തന്നെയാണ്. അതെപ്പോഴും നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മളെപ്പോഴും നമ്മളിൽ നിന്നാണ് അത് വിചാരിക്കുക. ബെന്യാമിൻ പണ്ട് പറഞ്ഞതുപോലെ, നമ്മൾക്ക് പരിചയമില്ലാത്ത കഥകളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ്, അല്ലേ? ചുരുങ്ങിയ പക്ഷം നമ്മൾ അവരോട് കരുണ കാണിച്ചില്ലെങ്കിൽ പോലും അവരെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നമ്മൾ കാണിക്കണം. ചില അശ്ലീല യൂട്യൂബർമാരുടെ നിലവാരത്തിലേക്ക് നമ്മളുടെ പൊതുബോധം തകർന്നു പോകും.